നമസ്കാരം. ശ്രീകൃഷ്ണ കഥാമൃതം ഭാഗം 826 826. ഞാൻ ഈ 4.5 കൊല്ലം പറഞ്ഞതിൽ വെച്ച് ഏറ്റവും ലെങ്തി സബ്ജക്റ്റാണ് ശ്രീകൃഷ്ണ കഥാമൃതം. നോക്കാം. ഓം ഗം ഗണപതയേ നമഃ. ഓം സം സരസ്വതേ സ്വാഹ. ഓം ശ്രീ ഗുരുഭ്യോ നമ. ഓം ശ്രീ രംഗനാഥ ശർമ്മണേ നമ. നാരായണ 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 നാരായണ. ഓം ശ്രീകൃഷ്ണാർപ്പണമസ്തു. ഓം ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമ. ഓം ശ്രീകൃഷ്ണായ പരമാത്മനേ നമ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഓം ശ്രീ രുക്മിണി സത്യഭാമ സമേത ശ്രീ ഗോപാലകൃഷ്ണസ്വാമിനേ നമ. ശ്രീകൃഷ്ണ കഥാമൃതം ഭാഗം 826 സർഗം 79 4 തരം പ്രളയങ്ങൾ. അതിൽ 57ാമത്തെ ശ്ലോകമാണ് കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞു നിർത്തിയത്. അതെന്തായിരുന്നു? വിശ്വേശ്വരൻ്റെ പരമാത്ഭുതമാം ദിവ്യലീലയാം അതു ഞാൻ നിന്നോട് ഈ വണ്ണം ചുരുക്കി ചൊല്ലിനേ നൃപ എന്ന് പിന്നെ പരീക്ഷത്തിനോട് ആര് പറഞ്ഞു? സുഖബ്രഹ്മർഷി പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, മുഴുമിച്ചിടുവാനാർക്കും ആകാ. ഭഗവാന്റെ ലീലകളെ മുഴുവൻ പറയാന്നുള്ളത് സാക്ഷാൽ അനന്തനു കൂടി പറ്റില്ലാന്നാണ് പറഞ്ഞതിൻ്റെ താല്പര്യം. മുഴുമിച്ചിടുവാനാർക്കും ആകാ നാൻമുഖനാകിലും, 4 മുഖമുണ്ടെങ്കിലും അല്ലെങ്കിൽ ബ്രഹ്മാവാണെങ്കിലും പറ്റില്ല. എന്നാലും കരകാണാത്ത സംസാരക്കടൽ താണ്ടുവാൻ, കരകാണാത്ത സംസാരക്കടൽ താണ്ടുവാനുള്ളതൊക്കെ ഞാൻ നമുക്ക് പറഞ്ഞു തന്നു എന്നാണ് പറഞ്ഞതിൻ്റെ താല്പര്യം. എങ്ങനെ മോക്ഷത്വത്തിലേക്ക് എത്തണം? ശ്രീഹരിനെ സദാ സ്മരിച്ചുകൊണ്ട് സായൂജ സാമീപ്യ സാലോക്യ സാരൂപ്യാദികളാകുന്ന മോക്ഷത്തെ എങ്ങനെ പ്രാപിക്കാം എന്ന് ഞാൻ പറഞ്ഞു തന്നു തന്നെ അർത്ഥം. അതുകൊണ്ട് സംസാരക്കടൽ താണ്ടുവാൻ കാർവർണ്ണൻ ഉണ്ണിതൻ പുണ്യകഥയല്ലാതെ മന്യതിൽ മാർഗം മറ്റില്ല. ഒരു ഹോമം കൊണ്ടോ ഒരു മന്ത്രം കൊണ്ടോ മോക്ഷം കിട്ടില്ല. പിന്നെയോ ശ്രീകൃഷ്ണ ഭഗവാന്റെ ലീലകളെ വർണ്ണിക്കുക, അതിലുള്ള പരമപ്രധാനമായ അഡ്വൈസസ് ഉപദേശ ശകലങ്ങളെ ശിരസാ വഹിക്കുക, പ്രയോഗശാസ്ത്രത്തിൽ കൊണ്ടുവരിക. കാർവർണ്ണനുണ്ണിതൻ പുണ്യകഥയല്ലാതെ മന്യതിൽ മാർഗം മറ്റില്ല. വിശ്വാസ്യം ഈ ഒരേ കപ്പൽ മാത്രം. ഒരു കപ്പലിനെയും വിശ്വസിക്കാൻ പറ്റില്ല. കാരണം എന്താ? അത് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളതാണ്. പിന്നെ ഏത് കപ്പലാ വിശ്വസനീയം? ഈശ്വരനാകുന്ന കപ്പൽ. ഈശ്വരൻ്റെ തിരുപാദപത്മങ്ങളാകുന്ന കപ്പലിൽ കയറിക്കഴിഞ്ഞാൽ ഭഗവാന്റെ കടാക്ഷമാകുന്ന കാറ്റിൻ്റെ ശക്തി കൊണ്ട് കര കാണാൻ സാധിക്കാത്തതാണെങ്കിലും മറുകരയിൽ എത്തിക്കുന്ന മനസ്സിലാക്കിയാൽ മതി. അതുകൊണ്ടാണ് പറഞ്ഞത്, കാർവർണ്ണുണ്ണിതൻ പുണ്യകഥയല്ലാതെ മന്യതിൽ മാർഗം മറ്റില്ല. വിശ്വാസ്യം ഈ ഒരേ കപ്പൽ മാത്രം. ആകയാൽ ഇനി മറ്റൊന്നും തേടേണ്ട വിഷയങ്ങളിൽ. ഭാഗവതം ഒന്ന് മാത്രം മതി നമ്മൾക്ക് പ്രൊട്ടക്ഷൻ തരാൻ. അതുകൊണ്ട് വലഞ്ഞു വെന്തു നീറുന്നോർക്കിത് കൈകൊണ്ടൊരൗഷധം. അതായത് 5 കള്ളിയിലും മുട്ടി ചിഹ്നം പാറി ഇല്ല, ഇനി ഒരു നിവൃത്തിയില്ല എന്ന് വിചാരിക്കുന്നവർക്ക്, വലഞ്ഞു വെന്തു നീറുന്നോർക്ക് ഇത് കൈകൊണ്ടൊരൗഷധം. സത്യവസ്തുവിൽ മുട്ടാത്ത നിരർത്ഥകഥനങ്ങളിൽ, അതായത് ആത്മാവിൽ എത്താത്ത ഒരു കഥകളും ഉപകാരപ്രദമല്ല. എന്താ ഈ വാട്സപ്പിൽ അല്ലെങ്കിൽ യൂട്യൂബിൽ ഒരുപാട് കാര്യങ്ങൾ. എന്തുകൊണ്ട് ഈ സിനിമയിലുള്ള നായകന്മാർ പലതരത്തിലുള്ള ബീഭത്സമായ അസുഖങ്ങളെ കൊണ്ട് മരിക്കണു? കാരണം എന്താ? അവർ പലവരും നടിക്കുകയാണ്.
എനിക്ക് ക്യാൻസറാണ്, എനിക്ക് ക്യാൻസറാണ്. അപ്പോൾ നടിച്ച് എന്താവണം, നമ്മുടെ ഉള്ളിലുള്ള എല്ലാ ജനറ്റിക് പ്രശ്നങ്ങളും ഓരോന്നായിട്ട് വരും. അങ്ങനെയാണ്. അതുകൊണ്ടാണ് പറഞ്ഞത്, സത്യവസ്തുവിൽ മുട്ടാത്ത നിരർത്ഥകഥനങ്ങളിൽ നാവല്ല കാതും കരളും നഷ്ടമാക്കാതെ മേൽക്കുമേൽ മഹത്താം മർത്യജന്മത്തെ മിന്നിപ്പാൻ ഭക്തിപൂർവകം കൃഷ്ണലീലാമൃതരസം നുകർന്നിടുവിൻ ഏവരും. ഈ ഏവരും എന്നുള്ളത് എടുത്താൽ പോകുന്നില്ല. അതായത് ഭൂമണ്ഡലത്തിലുള്ള ഓരോ വ്യക്തിക്കും ഭാഗവതം പഠിക്കണം. ഇതൊരു പ്രത്യേക സെക്റ്റിൻ്റെയോ മതത്തിൻ്റെയോ അല്ല. അതാണ് ആൾക്കാർക്ക് ചിലപ്പോൾ എന്നെ ചിലവർ അപഹസിക്കാറുണ്ട് ഫേസ്ബുക്കിൽ കൂടെ. എനിക്കത് പ്രശ്നമല്ല. പോടാ കളവ, നീ നിൻ്റെ ഒരു പുരാണവും നിൻ്റെ ഒരു മഹാഭാരതം കേൾക്കണ്ട എന്നൊക്കെ ചില ഗുണ്ടടിക്കുന്നുണ്ട് ചിലവർ. പക്ഷെ എനിക്കതൊരു പ്രശ്നമില്ല. കാരണം എന്താ, എൻ്റെ പൂർവീകർ സമർത്ഥന്മാർ മുഴുവൻ മഹാഭാരതത്തെയും പുരാണങ്ങളെയും ഇതിഹാസങ്ങളെയും മാധ്യമമായി ജീവിച്ച് വന്നവരൊക്കെ രക്ഷപ്പെട്ടിട്ടുണ്ട്. പിന്നെ എനിക്കെന്താ അത്ര പ്രശ്നം? ആർക്കും എന്നെ എങ്ങനെ വേണമെങ്കിലും അപഹസിക്കാം. പക്ഷെ ഞാൻ അപഹാസ്യനാവില്ല. എനിക്കതിനുള്ള സമയമില്ല. അതുകൊണ്ടാണ് ഐ ആം ആൾവേസ് ബിസി. അതാ പറയാൻ കാരണം. അപ്പോൾ സത്യവസ്തുവിൽ മുട്ടാത്ത നിരർത്ഥകഥനങ്ങളിൽ നാവല്ല കാതും കരളും നഷ്ടമാക്കാതെ മേൽക്കുമേൽ മഹത്താം മർത്യജന്മത്തെ മിന്നിപ്പാൻ ഭക്തിപൂർവകം. മഹത്താം പിന്നെ മനുഷ്യജന്മം എന്നാണ് പറഞ്ഞത്. കൃഷ്ണലീലാമൃതരസം നുകർന്നിടുവിൻ ഏവരും. പുരാണം ഇത് ദേവർഷിക്കേകി നാരായണൻ മുനി. നരനാരായണൻ ഉള്ളതിൽ നാരായണൻ എന്ന മുനി പുരാണം ഇത് ദേവർഷിക്കേകി. ആർക്ക് ദേവർഷി? ആരാ? നാരദൻ. നാരദർക്കേകി. അദ്ദേഹം പണ്ടു ഭഗവാൻ വ്യാസദേവനും അങ്ങനെ അവിടുന്ന് ഇത്രയും പ്രീതി പൂണ്ട് എനിക്കും മഹാശയ. അപ്പോൾ ആ നാരായണ ഋഷി നാരദർക്ക് കൊടുത്തു. നാരദര് അത് മഹാഭാരതം എഴുതിയിട്ട് സന്തുഷ്ടചിത്തനാവാതെ കണ്ടിരുന്നിട്ടുള്ള വ്യാസർക്ക് കൊടുത്തു. വ്യാസര ഇത് രചിച്ചു. പിന്നെ തൻ്റെ മകനായിരിക്കുന്ന ശുഖബ്രഹ്മ മഹർഷിക്ക് ഉപദേശിച്ചു. ആ ശുഖബ്രഹ്മ മഹർഷി പരീക്ഷിത്ത് മഹാരാജനെ സങ്കടത്തിൽ നിന്ന് നിവർത്തിപ്പിച്ചു. അതാണ് നമ്മളും പറയണത്. മനസ്സിലായില്ലേ? അപ്പോൾ നൈമിഷാടവിയിൽ വെച്ച് ശൗനകൻ തൊട്ടമാമുനികളോടടുത്തിനി ദീർഘസത്രം അതിൽ ഈ കുമാരനാം സുതനുണ്ട് അരുളവാൻ ഗുരുതമ. അതാണ് 64-ാമത്തെ ശ്ലോകമാണ് 79-ാമത്തെ സർഗത്തിൽ. നൈമിഷ അടവിയിൽ വെച്ച് ശൗനകൻ തൊട്ട് മാമുനികളോടടുത്തിനി ദീർഘസത്രം അതിൽ ഈ കുമാരനാം സുതനുണ്ടരുളുവാൻ ഗുരുതമ. ഇതി ശ്രീകൃഷ്ണകഥാമൃതേ കലികൽമഷനാശനെ ഉപാസനാകാണ്ഡേ ഏകേനാശീതിതമസർഗഃ സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. നമുക്ക് അടുത്തത് വേഗം 80-ാം സർഗത്തിലേക്ക് പോവാം. 80-ാം സർഗത്തിൽ 1159. 1182 നമ്മുടെ ഈ സംരംഭം അവസാനിക്കും. അപ്പോൾ 59 എന്ന് പറഞ്ഞാൽ 60, 70, ഇനി ഒരു 23 പേജേ ഉള്ളൂ. എനിക്ക് സത്യം പറഞ്ഞാൽ സങ്കടമുണ്ട്. കാരണം ഇനിയിപ്പോൾ ഞാൻ ഭാഗവതം മൂലം 2 എപ്പിസോഡ് പറഞ്ഞത് കഴിക്കണം. വേറെ നിവർത്തിയില്ല. കാരണം പ്രായം നമ്മളെ തളർത്തണേൻ്റെ മുമ്പ് കഴിയണം. എന്നിട്ട് കുറച്ച് മിണ്ടാണ്ടിരിക്കണം. മിണ്ടാണ്ടിരിക്കില്ല, ഭാഗവതം വായിക്കും. ഞാൻ വായിക്കന്നെ. അരമണിക്കൂർ രാമായണം വായിക്കുക, അരമണിക്കൂർ ഭാഗവതം വായിക്കുക, അരമണിക്കൂർ മഹാഭാരതം വായിക്കുക. പിന്നെ എന്തു വേണം ജീവിത സായാഹ്നത്തിൽ? അപ്പോൾ പരമാർത്ഥോപദേശം. ആർത്തൻ പ്രസാദ ക്രോധങ്ങൾ. പ്രസാദം മാത്രമല്ല, ക്രോധങ്ങളും ഉണ്ടാവും. അപ്പോൾ ആർത്തൻ ആനന്ദം. ആനന്ദം പരമാനന്ദമാണ്.
അപ്പോൾ ആരെപ്പറ്റി നമ്മൾ നിരന്തരം ചിന്തിക്കുന്നു? അദ്ദേഹം ദ്വൈതത്തിന് മീതെ അദ്വൈതത്തിൻ്റെ പ്രതീകമായിരിക്കണം. അത് ഈശ്വരൻ മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് പറഞ്ഞത് ആതൻ പ്രസാദ ക്രോധങ്ങൾ നിർമ്മിച്ചു വിധിരുദ്രരെ ബ്രഹ്മാവിനെയും ശിവനെയും ആ മഹാപ്രഭുവിൻ പുണ്യകഥയാണുടനീളവും. സാക്ഷാൽ നാരായണൻ്റെ ശ്രീകൃഷ്ണ പരമാത്മാവിൻ്റെ കഥകളാണ്. ഭയപ്പെടില്ല ഒന്നിൽ നിന്നും അവൻ ആനന്ദമഗ്നനാം. മരിച്ചുപോം ഞാനെന്നുണ്ടോ പശുബുദ്ധി നിനക്കിനി. അല്ല പരീക്ഷത്തെ, ഇനി താൻ മരിക്കും എന്നുള്ള ഭയം നിനക്കുണ്ടോ? ഇല്ല, ഞാൻ മോക്ഷത്തിന് തയ്യാറായിരിക്കുന്നു എന്നാ പറഞ്ഞത്. അപ്പോൾ മരിച്ചുപോം ഞാൻ എന്നുണ്ടോ പശുബുദ്ധി നിനക്കിനി. ശരീരം പോൽ മുമ്പില്ലാത്തത് ഈയിടെ വന്നതും അൽപാൽ അല്ലല്ലോ. ഭാഗ്യവാനാം നീ അല്ലല്ലോ. അതായത് ഇടയിൽ വന്നതും അല്ലല്ലോ. ഭാഗ്യവാനാം നീ ആത്മാവാണ് നശിച്ചിടാ. നമ്മളും എത്ര വയസ്സായാലും നാളെ കാറ്റ് പോയാലും നമ്മളെ ശവമാവില്ല. നമ്മൾ ആത്മാവ് തന്നെയാണ്. അത് കാരണം ശരീരമില്ലാത്തൊരിടത്തേക്ക് നമ്മൾ പോകണം. അതാണ് ഈ സായൂജ്യ സാമീപ്യ സാലോക്യ സാരൂപ്യം എന്ന് പറഞ്ഞത്. അല്ലല്ലോ ഭാഗ്യവാനാം നീ ആത്മാവാണ് നശിച്ചിടാ. വീണ്ടും വീണ്ടും വിത്തിൽ നിന്ന് മുളയെന്നത് പോലവേ പുത്രപൗത്രാദി രൂപത്തിൽ പിറക്കുന്നവനല്ല നീ. ഇനി നീയെ മനുഷ്യനായിട്ട് മക്കളും മരുമക്കളും പേരക്കുട്ടികളൊക്കെ അനുഭവിക്കാൻ വേണ്ടി നീ പിറക്കില്ല. പുത്രപൗത്രാദി രൂപത്തിൽ പിറക്കുന്നവനല്ല നീ. ജന്മവും മൃതിയും മറ്റും ശരീരത്തിനു മാത്രമാം. ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ജന്മവും മൃതിയും മറ്റും ശരീരത്തിനു മാത്രമാം. വികാരം വിറകിനാണ് വന്നിക്കല്ല. അതായത് വിറക് കത്തിക്കഴിഞ്ഞാൽ വിറകിനെ കാണില്ല. അതാണ് വിറകിൻ്റെ വികാരം. അഗ്നിക്ക് വികാരമില്ല. അഗ്നി കെട്ടാലും പിന്നെയും എവിടെ ഉരസലുണ്ടോ അവിടെ സംജാതാവും. വികാരം വിറകിനാണ് വന്നിക്കല്ല. അതൊരിക്കലും തനിക്കെഴും ശിരശ്ഛേദം സ്വപ്നത്തിൽ കണ്ടു നിൽപ്പവൻ. സ്വപ്നത്തിൽ തല കണ്ടിക്കപ്പെട്ടു എന്ന് സ്വപ്നം കണ്ടിട്ട് നിലവിളിച്ചിട്ടുള്ള ആൾക്കാരുണ്ട്, നിലവിളിക്കുന്ന ആൾക്കാരുണ്ട്. പക്ഷെ അത് വാസ്തവമല്ല. കാരണം നമ്മൾ കാണുകയാണ് സ്വപ്നം. ആ സ്വപ്നത്തിൽ നമ്മുടെ നിഴലിൻ്റെ തല പോണു എന്നാണ്. അത്ര മനസ്സിലാക്കിയാൽ മതി. അപ്പോൾ തനിക്കെഴും ശിരശ്ഛേദം സ്വപ്നത്തിൽ കണ്ടു നിൽപ്പവൻ മരിക്കില്ല, അവൻ ആത്മാവാം. ആരെ വധിച്ചു എന്ന് പറഞ്ഞാലും ശരിക്കും അവിടെ വധം നടക്കണില്ല. അവിടെ ഒന്നുണ്ടെങ്കിൽ മോക്ഷം അല്ലെങ്കിൽ പുനരവിജനനം, അത്രയേ ഉള്ളൂ. അപ്പം മരിക്കില്ല, അവൻ ആത്മാവാം. ജന്മാദികളകന്നവൻ. ഞാൻ ആത്മാവാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബോധം വന്നാൽ രക്ഷപ്പെട്ടു. അതുകൊണ്ടാണ് ജന്മാദികൾ അകന്നവൻ. ജീവന് ഉൽപ്പത്തിനാശങ്ങൾ ഉപാധികൃതമാകയാൽ. ജീവന് ജനിച്ച ദിവസം മരിച്ച ദിവസമൊക്കെ ഉണ്ടാവണത് ഉപാധികളുള്ളത് കൊണ്ടാണ്. സമയം അറിയില്ല പറഞ്ഞാൽ പിന്നെ എന്താ ചെയ്യുക? അതുകൊണ്ടാണ് പറഞ്ഞത് ഉപാധികൃതമാകയാൽ. തത്വജ്ഞാനം ഭക്തി മുമ്പായവ ആയാൽ അതകറ്റുകിൽ വിശുദ്ധിയാർന്നുടൻ വീണ്ടും അവൻ ബ്രഹ്മസ്വരൂപനാം. ബ്രഹ്മസ്വരൂപനാരാ? ജീവൻ. അതാണ് പറഞ്ഞത് തത്വജ്ഞാനം ഭക്തി മുമ്പായവയാൽ അതകറ്റുകിൽ വിശുദ്ധിയാർന്നുടൻ വീണ്ടും അവൻ ബ്രഹ്മൈകരൂപനാം. ഘടമുണ്ടാവതിൻ മുമ്പ് മുടഞ്ഞീടിലും ആവിധം. കുടമുണ്ടാക്കുന്നതിൻ്റെ മുമ്പേ അത് ഫോംലെസ് ആയാലും നമ്മൾ പേടിക്കണ്ടല്ല. മണ്ണുണ്ടല്ലോ, പിന്നെയും നമുക്ക് ഉണ്ടാക്കിക്കൂടെ?
ഘടം ഉണ്ടാവതിൻ മുമ്പ് മുടിഞ്ഞിടിലും മാവിതാം ഘടാകാശം മഹാകാശം തന്നെയാണതുപോലവേ തന്നെ അതുപോലെയാക പോലവേ പുണ്യപാപാദി കർമ്മത്താൽ ദേഹം സൃഷ്ടിപ്പൂ ജീവനിൽ. ആനന്ദം പരമാനന്ദമാണെങ്കിൽ പിന്നെ ഇതിൻ്റെ ആവശ്യമില്ല. ആനന്ദം പരമാനന്ദം ഇല്ലാത്ത അവസ്ഥ വരുമ്പോഴാണ് ഈ പ്രശ്നങ്ങൾ. അതുകൊണ്ടാണ് പറഞ്ഞത് പുണ്യപാപാദി കർമ്മത്താൽ ദേഹം സൃഷ്ടിപ്പൂ ജീവനിൽ മനസ്സ് അതിനെയോ മായാ സംസാര ക്രമരിങ്ങനെ. ആ അവസ്ഥ ഏതവസ്ഥ? പിന്നെ മനസ്സ് അതിനെയോ മായാ സംസാര ക്രമം ഇങ്ങനെ എണ്ണയും തിരിയും തട്ടും തീയും ചേർന്നിട്ടു ദീപമാം. ഒരു വിളക്കാന്ന് പറഞ്ഞാൽ എന്തൊക്കെ വേണം? എണ്ണ വേണം, തിരി വേണം, വിളക്കിൻ്റെ തട്ടം വേണം, ഏലാന്നും പറയും. തീയും ചേർന്നിട്ടു ദീപമാം അതേവിധം കർമ്മ ദേഹം മനസ്സ് ആത്മാഭിമാനവും. അതുപോലെ തന്നെയാണ് ഏത്? അതേവിധം കർമ്മ ദേഹമനസ്സാത്മാഭിമാനവും ചേർന്ന് ദേഹാദി സംസാരം ജീവൻ ഉണ്ടാവതാകയാൽ. ഇതെല്ലാം ചേർന്ന് ഈ ജീവൻ എന്താ? ദേഹാദി സംബന്ധം സംസാരം ജീവൻ ഉണ്ടാവയതാകയാൽ കർമ്മവാസനയും മറ്റും അകന്നാലില്ല സംശ്രുതി. അവർക്ക് ഒരു കാരണവശാലും പിന്നെ എന്താണെന്നാ പറയുക, വൈഷമ്യം ഉണ്ടാവില്ല. എപ്പോ? ആത്മാവിനെ തിരിച്ചറിയാത്ത കാലം മുഴുവൻ സങ്കല്പ വികല്പങ്ങളെ കൊണ്ട് ശ്വാസം മുട്ടും. ചേർന്നതേ അപ്പോൾ പറഞ്ഞു അതേവിധം കർമ്മ ദേഹം മനസ്സ് ആത്മാഭിമാനവും ചേർന്ന് ദേഹാദി സംസാരം ജീവൻ ഉണ്ടാവതാകയാൽ കർമ്മവാസനയ്ക്കും മറ്റും അകന്നാലില്ല സംശ്രുതി. കർമ്മവാസനയും മറ്റും അകന്നാൽ, കർമ്മം ചെയ്യാനുള്ള വാസന ഇല്ലാതെ ഉണ്ടായാൽ പിന്നെ അയാൾക്കൊന്നും നേടാനില്ല. കർമ്മവാസനയും മറ്റും അകന്നാലില്ല സംശ്രുതി. രജസത്വതമോ വൃത്തി, രജസത്വം തമോ വൃത്തി. രജസ്സും തമസ്സും മൂലം മർത്യാദി രൂപനായി ഭൂമിയിൽ മനുഷ്യനാവാൻ കാരണം എന്താ? രജോ ഗുണവും തമോ ഗുണവും. എന്നിട്ടോ അപ്പോൾ രജസത്വതമോ വൃത്തി, സത്വതമോ വൃത്തി, മൂന്നെണ്ണുണ്ട്. രജസ്, സാത്വികം, തമസ്. ഈ മൂന്ന്, 1 2 3 മൂലം മർത്യാതിരൂപനായി ജനിക്കുന്നു മരിക്കുന്നു ജീവൻ പാർത്തിട്ടിൽ. ഇങ്ങനെ പാർത്തിട്ട് എന്ന് പറഞ്ഞാൽ ഭൂമിയിൽ ഉപാധി നീങ്ങുകിൽ അവൻ പരാൽപരൻ. ഉപാധികളില്ലാണ്ടായി വിചാരിക്കുക, പാപമില്ലാണ്ടായി, പുണ്യം നിഷ്കാമകർമ്മമാണ് ചെയ്തിട്ടുള്ളത് വിചാരിച്ചാൽ അവന് പിന്നെ ദുഃഖിക്കേണ്ട ആവശ്യമില്ല. ഉപാധി നീങ്ങുകിൽ അവൻ പരാൽപരൻ അമേയനാം സ്വയം പ്രകാശം അവ്യക്തം ആകാശം പോലെ നിർമ്മലം. നമ്മളൊക്കെ പ്രകാശരൂപമുള്ളവരാണ്. പക്ഷെ നമ്മൾക്ക് ഇലക്ട്രിസിറ്റി ഇല്ലെങ്കിൽ ഉറക്കം വരില്ല. പ്രകാശം ഉള്ളിലുണ്ടേനി. അതിനെ ആത്മാരാമത്വത്തിലേക്ക് ഉയർത്താനുള്ള വിദ്യ നമ്മൾക്ക് അറിയാതെ കണ്ടുപോയി. അവിടെയാണ് പ്രശ്നം. അപ്പോൾ സ്വയം പ്രകാശം അവ്യക്തം ആകാശം പോലെ നിർമ്മലം ദേഹാദിയിൽ വിളങ്ങിടും ആത്മാവിനെ മനസ്സിനാൽ. ദേഹാദിയിൽ വിളങ്ങിടും ആത്മാവിനെ മനസ്സിനാൽ വാസുദേവാംഘ്രികമലാധ്യാന സംശുദ്ധ ബുദ്ധിയാൽ വാസുദേവന്റെ തിരുവാദപത്മങ്ങളെ അവരവരുടെ ഒരു വെള്ളി രേഖയാണ് എന്ന് മനസ്സിലാക്കി ഭജിക്കണം. എന്താ അങ്ങനെ പറയാൻ കാരണം? ഈ വെള്ളിരേഖ
സ്വർണരേഖയെ വെല്ലുന്നതാ. അതാ ഞാൻ പറയാൻ കാരണം. അതുകൊണ്ടാണ് അപ്പോൾ പറഞ്ഞു, പിന്നെ ദേഹാദിയിൽ വിളങ്ങിയിടും ആത്മാവിനെ മനസ്സിനാൽ വാസുദേവാംഗ്രി കമല ധ്യാന സംശുദ്ധ ബുദ്ധിയാൽ ഈ വണ്ണം ഓർത്തുറപ്പിച്ചു കൊള്ളുക. ഭക്താവതംസമേ, ഭക്തന്മാരിൽ ഹംസമായിട്ടുള്ളവനെ നിർത്തായി. ഭക്താവതംസമേ, നിന്നെ തൊടില്ല വിപ്രന്റെ ആപത്താൽ വന്ന ദക്ഷകൻ. നിന്നെ തൊടില്ല. ആരാ പറഞ്ഞു കൊടുക്കുന്നത്? ശുഗബ്രഹ്മർഷി പറയാണ്, നത്തിങ് ടു വറി. നിന്റെ ശരീരം തക്ഷകൻ തുടർന്ന് നീ അറിയില്ല എന്ന് പറഞ്ഞെന്താ? നിനക്ക് മോക്ഷം കിട്ടും. ശരീരം അപ്പോൾ ജഡായി. ജഡത്തിൽ ആര് കടിച്ചാൽ എന്താ, കടിച്ചില്ലെങ്കിൽ എന്താ? അപ്പോൾ ഈ വണ്ണം ഓർത്തുറപ്പിച്ചു കൊള്ളുക. ഭക്താവതംസമേ, നിന്നെ തൊടില്ല വിപ്രന്റെ ശാപത്താൽ വന്ന ദക്ഷകൻ. ഇനി 2 ശ്ലോകം എൻസർക്കിൾ ചെയ്തിട്ടുണ്ട്. അന്തകാന്തകനും തൃക്കാൽ വണങ്ങും അഖിലേശനെ. അന്തകാന്തകൻ ശിവപെരുമാൾ കൂടി ഭഗവാന്റെ തൃക്കാൽ വണങ്ങും അഖിലേശനെ. എല്ലാവരുടെയും ഈശ്വരനായിട്ട് പറയണമെന്നുണ്ടെങ്കിൽ അത് ശ്രീഹരി, നാരായണൻ, ശ്രീമൻ നാരായണൻ, അല്ലെങ്കിൽ ശ്രീകൃഷ്ണൻ, അല്ലെങ്കിൽ ശ്രീരാമൻ. അത്രയേ ഉള്ളൂ. അന്തകാന്തകനും തൃക്കാൽ വണങ്ങും അഖിലേശനെ. മൃത്യുഹേതുക്കൾ യാതൊന്നും അടുക്കില്ലൊരു കാലവും. ഇത് ഒരു അസന്നിഗ്ധമായിട്ട് പറയണം. ഈശ്വരനെ സേവിക്കാൻ തുടങ്ങിയവർക്ക് ഛിദ്രം എന്നുള്ളത് അനുഭവിക്കണം. മറ്റുള്ളവരുടെ കണ്ണിൽ നമുക്ക് ഛിദ്രം ഉണ്ടാവും, അത് സാരമില്ല. അവനവൻ ആക്സെപ്റ്റ് ചെയ്യാണ്ടിരുന്നാൽ മതി. അതുകൊണ്ടാണ് പുണ്യഹേതുക്കൾ യാതൊന്നും മൃത്യുഹേതുക്കൾ യാതൊന്നും അടുക്കിൽ ഒരു കാലവും ആത്മാവാം ഞാൻ പരബ്രഹ്മം. ഇതാണ് നമ്മൾ അറിയേണ്ടത്. ആത്മാവാം ഞാൻ പരബ്രഹ്മം. ശ്രീകൃഷ്ണൻ പറയുന്നു, ആത്മാവാം ഞാൻ പരബ്രഹ്മം. തന്നെയാം ബ്രഹ്മമാണു ഞാൻ നിഷ്കളാത്മാവിൽ ഈ വണ്ണം ആത്മാവിനെ ഇണയ്ക്കുകിൽ. ആർക്കാ ലാഭം? അവരവർക്ക് തന്നെ. അവരുടെ ആത്മാവിനെ അറിഞ്ഞ് ശരീരാന്തർവർത്തിയായിരിക്കുന്ന ആത്മാവിനെ ഞാൻ എൻ്റെ എന്താ പറയുക, തലതൊട്ടപ്പൻ ആരാ ചോദിച്ചാൽ അത് ശ്രീഹരിയാണ്. അപ്പോൾ ആ ശ്രീഹരിനെയാണ് ബ്രഹ്മമായിട്ട് എൻ്റെ ഉള്ളിൽ ഇരിക്കണത് എന്നുള്ളൊരു ബോധം ഉണ്ടായാൽ നമ്മളൊക്കെ രക്ഷപ്പെടും. അതുകൊണ്ടാണ് പറഞ്ഞത്, ആത്മാവാം ഞാൻ പരബ്രഹ്മം തന്നെയാം ബ്രഹ്മമാണു ഞാൻ നിഷ്കളാത്മാവിൽ ഈ വണ്ണം ആത്മാവിനെ ഇണയ്ക്കുകിൽ. ആത്മാവിനെ ഇണക്കാൻ സാധിക്കണം. എന്നിട്ടോ വിഷം തീണ്ടും തക്ഷകനും വിശ്വത്തിൻ പ്രതിഭാസവും ശരീരം പോലും അങ്ങ് ആത്മാവല്ലാതായി കാണുകില്ലിനി. അങ്ങ് ഇപ്പോൾ കാണുന്നതൊക്കെ പരബ്രഹ്മസ്വരൂപമായിട്ട് കാണാൻ തുടങ്ങും. പിന്നെ അങ്ങക്ക് എന്താ പ്രശ്നം? വിഷം തീണ്ടും തക്ഷകനും വിശ്വത്തിൻ പ്രതിഭാസവും ശരീരം പോലും അങ്ങ് ആത്മാവല്ലാതായി കാണുകില്ലിനി. ചോദിച്ച മട്ട് ഇങ്ങനെ കൃഷ്ണലീല ചൊല്ലിയിടിനേൻ ഞാൻ ചിലത് ഇപ്രകാരം. കൃതാജ്ഞനാണ് ഇങ്ങ് ഇനി വല്ലതും ചെറ്റുതാനും ഉണ്ണിക്കറിയേണ്ടതുണ്ടോ. എന്താണ് ചോദിച്ച്? അപ്പോൾ പറഞ്ഞു, ശരീരം പോലും അങ്ങ് ആത്മാവല്ലാതായി കാണുകില്ലിനി. ചോദിച്ച മട്ട് ഇങ്ങനെ കൃഷ്ണലീല ചൊല്ലിയിടിനേൻ ഞാൻ ചിലതിപ്രകാരം. കൃതാർത്ഥനാണ് അങ്ങ് ഇനി വല്ലതും ചെറ്റതാനും അറിയേണ്ടതുണ്ടോ. ഞാൻ ഇതുവരെ പറഞ്ഞതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഏതെങ്കിലും കാര്യം അറിയണ്ടോ ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ എന്നാണ്. ഇതി ശ്രീകൃഷ്ണ കഥാമൃതേ കലികൽമഷനാശനെ ഉപാസനാകാണ്ഡേ അശീതീതമസർഗ സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ശ്രീഹരിയുടെ അനുഗ്രഹാശിസ്സുകൾ എല്ലാവർക്കും ഒരുപോലെ ഉണ്ടാവട്ടെ എന്ന് സ്മരിക്കുന്നതിനോടൊപ്പം ലോകാസമസ്ത സുഖിനോ ഭവന്തു ആയിരിക്കട്ടെ നമ്മുടെ പ്രാർത്ഥന എന്നുകൂടി വിശേഷിപ്പിച്ച് വാക്കുകൾ ഉപസംഹരിക്കുന്നു. നമസ്കാരം. നാളെ കാണാം.